ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള കെമിസ്ട്രിയിൽ നിന്നുള്ള 3ാമത്തെ ചാപ്റ്ററായ രാസബന്ധനം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ പാർട്ട് കാണുന്നവർ ആദ്യം ആ പാർട്ട് കണ്ടതിന് ശേഷം ഇത് വന്ന് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഇത് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ എത്രയും വേഗം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഓരോ എക്സാമും നിങ്ങളുടെ റാങ്കുകൾ ഏറ്റവും അടുത്തെത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് സഹസംയോജക ബന്ധനത്തെക്കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അയോണിക ബന്ധം എന്താണെന്നും എങ്ങനെയാണ് അയോണിക ബന്ധനത്തിലൂടെ രാസപ്രവർത്തനം നടക്കുന്നത് എന്നുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ സഹസംയോജന ബന്ധനത്തിലൂടെ പറയുന്നത് ഹൈഡ്രജൻ, അതുപോലെ ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ എന്നിവയുടെ തന്മാത്രകൾ രൂപം കൊണ്ടിരിക്കുന്നത് 2 ആറ്റങ്ങൾ ചേർന്നാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞ? ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ കണ്ടോ, H2, 2 തന്മാത്ര, 2 ആറ്റങ്ങളാണ് അവ ഉണ്ടായിരിക്കുന്നത്. H2 2 ഇവയുടെയൊക്കെ തന്മാത്രകൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? 2 ആറ്റങ്ങൾ ചേർന്നാണ്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഹൈഡ്രജൻ H2 ആണ്, ഓക്സിജൻ O2 ആണ്, നൈട്രജൻ N2 ആണ്, ഫ്ലൂറിൻ F2, അതുപോലെ ക്ലോറിൻ Cl2. ഇങ്ങനെ എന്താണ് ഇവയുടെയൊക്കെ തന്മാത്രകൾ രൂപം കൊണ്ടിരിക്കുന്നത് എത്ര ആറ്റങ്ങൾ ചേർന്നാണ്? 2 ആറ്റങ്ങൾ ചേർന്നാണ്. അപ്പോൾ H2 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഹൈഡ്രജന് എത്ര ആറ്റങ്ങളുണ്ട്? ഹൈഡ്രജനിൽ 2 ആറ്റങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. O2 എന്ന് പറഞ്ഞാൽ ഓക്സിജനിൽ 2 ആറ്റങ്ങളുണ്ട്. നൈട്രജനിൽ എത്ര ആറ്റങ്ങളുണ്ട്? 2 ആറ്റങ്ങളുണ്ട്. ഫ്ലൂറിനാണെങ്കിലോ അതും 2 ആറ്റങ്ങളുണ്ട്. അതുപോലെ ക്ലോറിനും എത്ര ആറ്റങ്ങളാണ്? 2 ആറ്റങ്ങളാണ്. അപ്പോൾ ഇത്തരം ദ്വയാറ്റോമിക തന്മാത്രകളിൽ, അപ്പോൾ ഈ 2 ആറ്റങ്ങളുള്ളതിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ദ്വയാറ്റോമിക തന്മാത്രകൾ എന്നാണ് പറയുന്നത്. ഈ ദ്വയാറ്റോമിക തന്മാത്രകളിൽ ആറ്റങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്നതിനുള്ള കാരണം എന്തെന്നാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഫ്ലൂറിൻ തന്മാത്ര, നമ്മൾ ഫ്ലൂറിൻ കണ്ടു അല്ലേ? F2, ഇതാണ് ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഫ്ലൂറിൻ തന്മാത്ര എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഫ്ലൂറിൻ തന്മാത്ര എങ്ങനെയാണ് രൂപീകരിക്കുന്നതെന്ന് നോക്കാം. ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസ ചിത്രീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലൂറിൻ്റെ തന്മാത്ര, ഫ്ലൂറിന് എത്ര തന്മാത്രയാണ് നമ്മൾ പറഞ്ഞത്? ഫ്ലൂറിനിൽ 2 തന്മാത്രയാണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 2 ആറ്റങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിച്ചിരിക്കുന്നതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കാം. ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണുള്ളത്? അപ്പോൾ ഫ്ലൂറിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് അറിയുന്നതിന് മുമ്പ് ഫ്ലൂറിൻ്റെ അറ്റോമിക സംഖ്യ നമ്മൾ മനസ്സിലാക്കണം. എത്രയാണ് ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത്? നമുക്ക് ഇത് ഇടത് സൈഡിലാണ്. അപ്പോൾ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 7 ഫ്ലൂറിൻ്റെ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും? അപ്പോൾ നമുക്ക് നോക്കാം. 2, അതുപോലെ എത്രയാണ്? 5. അപ്പോൾ ഫ്ലൂറിൻ്റെ ഈ പറയുന്ന ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് ഉള്ളത്? എത്ര ഇലക്ട്രോണുകളുണ്ട്? ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ഇത്തരം തന്മാത്രകളെ നമ്മൾ പറയുന്നത് എന്തെന്നാണ് പറയുന്നത്? ഇങ്ങനെ 2 തന്മുള്ള ഈ ഒരു തന്മാത്രകളെ, 2 ആറ്റങ്ങൾ ചേർന്നാണ് നമുക്കറിയാം ഈ ഒരു തന്മാത്രകൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇത്തരം തന്മാത്രകൾക്ക് പറയുന്ന പേരാണ് ദ്വയാറ്റോമിക തന്മാത്രകൾ. അപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ ഇവയൊക്കെ എങ്ങനെയുള്ള തന്മാത്രകളാണ്? ഇവയൊക്കെ ദ്വയാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ചോദിക്കാം, ദ്വയാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം എഴുതുക ചോദിച്ചാൽ എന്താണ്? നമുക്ക് ഈ പറഞ്ഞ മൂലകങ്ങളുടെ പേരൊക്കെ പറയാം.
ഇനി ആറ്റങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്നതിനുള്ള കാരണം എന്തെന്നാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? അപ്പോൾ ഇവ ദ്വയാറ്റോമിക തന്മാത്രകളിൽ ഈ ആറ്റങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്നതിനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് ഇനി പഠിക്കാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത് നമ്മൾ ഫ്ലൂറിൻ തന്മാത്ര എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കാണണം. അപ്പോൾ ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നോക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് നമ്മൾ അറിയണം അല്ലേ? അപ്പോൾ ഫ്ലൂറിൻ്റെ അറ്റോമിക സംഖ്യ ആദ്യം നമ്മൾ അറിയണം. ഫ്ലൂറിൻ്റെ അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും? 2, 7 എന്നതാണ് ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും? അതെ, 7 ഇലക്ട്രോണുകളാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അഷ്ടക വിന്യാസം ലഭിക്കാൻ ഒരു ഫ്ലൂറിൻ ആറ്റത്തിന് എത്ര ഇലക്ട്രോൺ കൂടി ആവശ്യമുണ്ട്? അപ്പോൾ ഫ്ലൂറിൻ ആറ്റത്തിന് അഷ്ടകം പൂർത്തിയാക്കണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണ്ടി വരും? 1 ഇലക്ട്രോൺ വേണ്ടി വരും. അപ്പോൾ അത് 1 ഇലക്ട്രോൺ കൂടി ഫ്ലൂറിൻ ആറ്റം എന്ത് ചെയ്യണം? സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഒരു ഫ്ലൂറിൻ ആറ്റത്തിൽ നിന്ന് മറ്റൊരു ഫ്ലൂറിൻ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ കൈമാറ്റം സാധ്യമാണോ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇപ്പോൾ ഒരു ഫ്ലൂറിൻ ആറ്റം, ഇവിടെ ഒരു ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. ഈ ഒരു ഫ്ലൂറിൻ ആറ്റത്തിൽ നിന്ന് മറ്റൊരു ഫ്ലൂറിൻ ആറ്റം, ഇതേപോലെ മറ്റൊരു ഫ്ലൂറിൻ ആറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്ലൂറിൻ ആറ്റത്തിലേക്ക് എന്ത് സാധ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്? ഇലക്ട്രോൺ വിന്യാസം സാധ്യമാണോ? അപ്പോൾ ഇവിടെ 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഓരോന്ന് കൂടി ചേർത്ത് ഇലക്ട്രോൺ വിന്യാസം സാധ്യമാണോ? സാധ്യമാണ്. അങ്ങനെയെങ്കിൽ അഷ്ടക വിന്യാസം നേടാൻ ആറ്റങ്ങൾക്കിടയിൽ എന്ത് തരം ക്രമീകരണമായിരിക്കും നടന്നിട്ടുണ്ടാവുക? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അഷ്ടക വിന്യാസം നേടാൻ വേണ്ടി ആറ്റങ്ങൾക്കിടയിൽ നടത്തുന്ന ആ ഒരു ക്രമീകരണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂറിൻ തന്മാത്രയിലെ 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ രാസബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നോക്കിയേ, 2 ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാംസ് ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഇതാണ് 2 ഫ്ലൂറിൻ ആറ്റങ്ങളുടേതാണ് കേട്ടോ. 2 ഫ്ലൂറിൻ ആറ്റങ്ങളെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? അപ്പോൾ ഇതിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് ഈ 2ലും തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2, 4, 6, 7 എണ്ണമുണ്ട്. ഫ്ലൂറിനിൽ 7 എണ്ണമുണ്ട്. ഇവിടെയും 2, 4, 6, 7 എണ്ണമുണ്ട്. അപ്പോൾ 2ലും എത്ര വീതമുണ്ട്? 7 വീതമുണ്ട്. അപ്പോൾ 2 പേർക്കും ഇലക്ട്രോൺ വിന്യാസം പൂർത്തിയാകണമെങ്കിൽ എത്ര ഇലക്ട്രോൺ നേടിയെടുക്കണം? ഓരോ ഇലക്ട്രോൺ കൂടി 2 പേരും നേടിയെടുക്കണം അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട്. അടുത്ത പിക്ചർ ഇവിടെ വ്യക്തമായിട്ട് കുറച്ചുകൂടി തന്നിട്ടുണ്ട്. എന്താണ്? ഓരോ സ്ഥലത്തും എന്തേ നോക്കിയേ, നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു ഫ്ലൂറിൻ ആറ്റം ഇവർ 2 പേരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഇവിടെ 2 വരുന്നു. ഇനി ഇവിടെ 2 ആറ്റം ഉണ്ട്. ഇവിടെ 2 ആറ്റം ഉണ്ട്. ഇവിടെ 2 ആറ്റം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോൺ വിന്യാസം പൂർത്തിയാക്കണം. അപ്പോൾ 2, 4, 6, 8. ഇനി ഇവിടെയും അതുപോലെ എത്രയാണ്? 2, 6 ഇലക്ട്രോണുകൾ പുറത്ത് കൊടുക്കുന്നു. അതുപോലെ എത്ര ഇലക്ട്രോണുകൾ? 2 ഇലക്ട്രോൺ ഇതിനുള്ളിൽ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് പൂർത്തിയാകുന്നു? സഹസംയോജക ബന്ധനത്തിലൂടെ ഫ്ലൂറിൻ ആറ്റം എന്ത് ചെയ്തു? അഷ്ടക വിന്യാസം നേടിയെടുത്തു. അപ്പോൾ ഇലക്ട്രോൺ പൂർത്തിയായി. ഇലക്ട്രോണുകൾ പങ്കുവച്ചാണ് അഷ്ടക വിന്യാസം പൂർത്തിയാക്കിയിട്ടുള്ളത് എന്ന് വ്യക്തമായല്ലോ. അപ്പോൾ ഇവ 2 കൂടി ഇലക്ട്രോൺ വിന്യാസം പൂർത്തിയാക്കിയത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അഷ്ടക വിന്യാസം പൂർത്തിയാക്കിയത് എന്തുപയോഗിച്ചാണ്? ഇലക്ട്രോണുകളെ പരസ്പരം പങ്കുവച്ചാണ്. ഇനി ഓരോ ഫ്ലൂറിൻ ആറ്റവും എത്ര ഇലക്ട്രോണുകളാണ് പങ്കുവയ്ക്കുന്നതിനായി നൽകിയത്? അപ്പോൾ 2 പേരും എന്ത് ചെയ്തു? ഓരോ ആറ്റങ്ങൾ 2 പേരും 1 വീതമാണ് എന്ത് ചെയ്തത്? ഇവിടെ നൽകിയത്. അപ്പോൾ ഓരോ ഫ്ലൂറിൻ ആറ്റവും എത്ര ഇലക്ട്രോണുകളാണ് പങ്കുവയ്ക്കുന്നതിനായി നൽകിയതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഓരോ ഇലക്ട്രോണുകൾ വീതമാണ് എന്ത് ചെയ്തത്? പങ്കുവയ്ക്കുന്നതിനായിട്ട് നൽകിയത്. ഫ്ലൂറിൻ തന്മാത്രയിലെ രാസബന്ധനത്തിൽ എത്ര ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവയ്ക്കപ്പെട്ടത്? അപ്പോൾ ഫ്ലൂറിൻ തന്മാത്രയിലെ രാസബന്ധനത്തിൽ എത്ര ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചു? 2 ജോഡി ഇലക്ട്രോണുകൾ
പങ്കുവച്ചു. അപ്പോൾ 2 ജോഡി ഇലക്ട്രോണുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പങ്കുവച്ചു. അപ്പോൾ രണ്ട് ഇലക്ട്രോണുകളും കൂടി 2 ഫ്ലൂറിൻ ആറ്റം 2 ഫ്ലൂറിൻ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ രാസബന്ധനത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ 2 ജോഡി ഇലക്ട്രോണുകളെ അവരെന്ത് ചെയ്തു? പങ്കുവച്ചു. അപ്പോൾ ഫ്ലൂറിൻ തന്മാത്രയിലെ രാസബന്ധനത്തിൽ എത്ര ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവയ്ക്കപ്പെട്ടത്? എത്ര ജോഡി ഇലക്ട്രോണുകളാ? 1 ജോഡി അല്ലേ? അതായത് 2 ഇലക്ട്രോണുകൾ വയ്ക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം. ഫ്ലൂറിൻ തന്മാത്രയിൽ ഇലക്ട്രോൺ പങ്കുവയ്ക്കലിലൂടെയാണ് ആറ്റങ്ങൾ രാസബന്ധനത്തിൽ ഏർപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പം നമുക്ക് മനസ്സിലായി എന്താണ്? ഫ്ലൂറിൻ തന്മാത്രയിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ പങ്കുവയ്ക്കലിലൂടെയാണ് ആറ്റങ്ങൾ എന്തിൽ ഏർപ്പെട്ടത്? രാസബന്ധനത്തിൽ ഏർപ്പെട്ടത്. ഇലക്ട്രോൺ പങ്കുവയ്ക്കലിലൂടെ ഉണ്ടാകുന്ന രാസബന്ധനത്തെ സഹസംയോജക ബന്ധനം എന്ന് പറയുന്നു. അപ്പോൾ ഉറപ്പായിട്ട് ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു ഭാഗമാണ്. അപ്പോൾ ഇലക്ട്രോൺ പങ്കുവയ്ക്കലിലൂടെ ഉണ്ടാകുന്ന രാസബന്ധനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? സഹസംയോജക ബന്ധനം എന്ന് പറയുന്നു. 1 ജോഡി ഇലക്ട്രോൺ പങ്കുവയ്ക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സഹസംയോജക ബന്ധനം ഏകബന്ധനമാണ്. അപ്പോൾ 1 ജോഡി ഇലക്ട്രോണാണ് പങ്കുവയ്ക്കുന്നതെങ്കിൽ അവിടെ എങ്ങനെയുള്ള ബന്ധമാണ് നടക്കുന്നത്? അങ്ങനെയുള്ള സഹസംയോജക ബന്ധനത്തെ ഏകബന്ധനം എന്ന് നമ്മൾ പറയും. അതായത് സിംഗിൾ ബോണ്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഫ്ലൂറിൻ ആറ്റത്തിൽ നടന്നത് എന്താണ്? സിംഗിൾ ബോണ്ട് അല്ലേ നടന്നത്? ഏകബന്ധനമല്ലേ നടന്നത്? അപ്പോൾ നമുക്കവിടെ ഏകബന്ധനമാണ് നടന്നതെന്ന് പറയാം. തന്മാത്രയിലെ ആറ്റങ്ങൾക്കിടയിൽ ചെറിയ വര ഉപയോഗിച്ച് ഏകബന്ധനം സൂചിപ്പിക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഫ്ലൂറിൻ ആറ്റം എന്ത് ചെയ്തു? ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഒരു ഏകബന്ധനം സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഇവിടെ നമുക്ക് തന്മാത്രകൾക്കിടയിൽ ഫ്ലൂറിൻ ആറ്റം ആണെങ്കിൽ ഇങ്ങനെ ഏകബന്ധനം സൂചിപ്പിക്കാൻ 1 വര ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏകബന്ധനം സൂചിപ്പിക്കാം. ഫ്ലൂറിൻ തന്മാത്രയിലെ ഏകബന്ധനം പ്രതീകങ്ങൾ ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നതാണ് ഇവിടെ തന്നത്. ദ്വയാറ്റോമിക തന്മാത്രയായ ഓക്സിജനിൽ രാസബന്ധനം എങ്ങനെയാണ് എന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം ഫ്ലൂറിനെ പോലെ ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ് ഏത്? ഓക്സിജനും. അപ്പോൾ ഓക്സിജനിൽ രാസബന്ധനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? അപ്പോൾ ഓക്സിജൻ്റെ ഈ ഒരു ഇലക്ട്രോൺ വിന്യാസം അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഓക്സിജൻ്റെ രാസബന്ധനം എങ്ങനെയാണെന്ന് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക നമ്പറാണ് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത്. നോക്കാം. അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് അല്ലേ? അപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ 8 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? 2 6 അല്ലേ? അതെ, 2 6 ആണ് ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ ബാഹിതമശലിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 6 ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഓക്സിജൻ ആറ്റത്തിന് എത്ര ഇലക്ട്രോണുകൾ കൂടി ലഭിച്ചാൽ അഷ്ടക വിന്യാസം പൂർത്തിയാക്കാൻ കഴിയും? ഇനി 2 എണ്ണം കൂടി ലഭിക്കണം അല്ലേ? അപ്പോൾ 2 ഇലക്ട്രോണുകൾ കൂടി ലഭിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അഷ്ടകം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഓക്സിജൻ തന്മാത്രയിലെ രാസബന്ധനം ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഓക്സിജൻ, നമ്മളിപ്പോൾ ഓക്സിജൻ്റെ 2 സഹസംയോജനം ആയതുകൊണ്ട് 2 എണ്ണം എടുക്കണ്ടേ? 2 ആറ്റങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. 2 എണ്ണം ഇവിടെ തന്നിട്ട് 2 ഓക്സിജൻ തന്മാത്രകളെ നമ്മളിവിടെ എടുത്തു. ഇനി നോക്കിയേ, ഇവിടെ 2 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, ഇപ്പം 6. അതുപോലെ ഇവിടെയും എന്തുണ്ട്? ഇതേപോലെ 6 എണ്ണമുണ്ട്. 6 എണ്ണമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെയും എന്ത് കൊടുക്കാം? 6 എണ്ണം കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇത് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ പുറത്ത് എത്ര എണ്ണം കൊടുക്കും? പുറത്ത് 4 എണ്ണം കൊടുക്കും അല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെ ലഭിക്കുകയുള്ളൂ. ഇവിടെ ഇത് കണ്ടോ? അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ 4 കൊടുത്തു, ഇവിടെയും കൂടി 4 കൊടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ജോഡി ആണ് നമ്മൾ തന്മാത്രകൾ ഇവിടെ കൊടുക്കുന്നത്. 2 ജോഡി ഇലക്ട്രോണുകളെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഇത് തന്മാത്ര പൂർത്തിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഓക്സിജൻ തന്മാത്രയിൽ എത്ര ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവയ്ക്കപ്പെട്ടത്? അപ്പോൾ ഓക്സിജൻ തന്മാത്രയിൽ എത്ര ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചു? 2 ജോഡി, അതായത് 4
ഇലക്ട്രോണുകൾ ഇവിടെ എന്ത് ചെയ്തു? പങ്കുവച്ചു. എത്ര ജോഡി ഇലക്ട്രോണുകളാണ്? 2 ജോഡി ഇലക്ട്രോണുകളാണ് ഇവിടെ പങ്കുവച്ചത്. അതായത് 4 ഇലക്ട്രോണുകൾ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനത്തെ നമ്മൾ എന്തെന്ന് പറയും? ദ്വിബന്ധനം അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് എന്ന് പറയും. അപ്പം 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനം ഏതാണ്? അത് ദ്വിബന്ധനമാണ്. 1 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധമാണെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും? അത് ഏകബന്ധനം, സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ ബോണ്ട് പഠിച്ചു, ഡബിൾ ബോണ്ട് പഠിച്ചു. അപ്പോൾ ഓക്സിജൻ തന്മാത്രയിലെ സഹസംയോജക ബന്ധനം അഥവാ ദ്വിബന്ധനം പ്രതീകങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സൂചിപ്പിക്കാം? ഇവിടെ നമ്മൾ ഓക്സിജൻ തന്മാത്രയിൽ നേരത്തെ നമ്മൾ ഏകബന്ധനത്തിൽ ഒരു കൊച്ചു വര കൊടുത്തു. ഇവിടെ നമ്മൾ 2 ചെറിയ വരകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ തന്മാത്രയിലെ സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ ദ്വിബന്ധനം സൂചിപ്പിക്കുന്നു. ഇനി നൈട്രജൻ തന്മാത്രയിലെ രാസബന്ധനം ചിത്രീകരിച്ചിരിക്കുന്നതാണ് അടുത്ത് തന്നിരിക്കുന്നത്. അപ്പം നൈട്രജൻ തന്മാത്രയിലെ രാസബന്ധനം എങ്ങനെയാണ് തന്നിരിക്കുന്നത്? അപ്പോൾ ഇവിടെ 2 സ്ഥലത്തും നമ്മൾ നൈട്രജന് എത്രയാ? 5 വീതം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെയാണ് നോക്കിയേ, നമ്മൾ ഇതിനെ ത്രിബന്ധനം ഉപയോഗിച്ചാണ് നൈട്രജനിൽ എന്ത് നടക്കുന്നത്? നൈട്രജൻ തന്മാത്രയിൽ രാസബന്ധനം നടക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, നൈട്രജൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? നൈട്രജൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് നൈട്രജൻ്റെത് 7 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? ഇലക്ട്രോൺ വിന്യാസം 2, 5 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 5 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ഇതിന് അഷ്ടകം പൂർത്തിയാകണമെങ്കിൽ എത്ര ഇലക്ട്രോണുകൾ വേണം? നമ്മുടെ ഇതിന് 3 ഇലക്ട്രോണുകൾ വേണം. അപ്പോൾ 2നും കൂടിയാണെങ്കിലോ 3 ജോഡി ഇലക്ട്രോണുകൾ വേണം അല്ലേ? അപ്പോൾ ഇവിടെ അഷ്ടക വിന്യാസം പൂർത്തിയാക്കാൻ എത്ര ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 3 ജോഡി ഇലക്ട്രോണുകൾ വേണം. അതായത് 6 ഇലക്ട്രോണുകൾ ഇവിടെ വേണം അല്ലേ? അപ്പം നോക്കിയേ, 3 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനമാണ് ത്രിബന്ധനം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഏകബന്ധനത്തിലൂടെ അഷ്ടക വിന്യാസം പൂർത്തിയാകുന്നത് ആർക്കൊക്കെയാണ്? ഏകബന്ധനം വരുമ്പോൾ നമ്മൾ ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ ഫ്ലൂറിൻ പറയാം. ഇനി ദ്വിബന്ധനമാണെങ്കിൽ ആരാണ്? ഓക്സിജൻ ദ്വിബന്ധനത്തിലൂടെ അഷ്ടക വിന്യാസം പൂർത്തിയാക്കുന്നു. അതുപോലെ ത്രിബന്ധനത്തിലൂടെ ആര്? നൈട്രജൻ അഷ്ടകബന്ധനം അഷ്ടകബന്ധനമല്ല, നമ്മുടെ ഏതാണ്? അഷ്ടകവിന്യാസം പൂർത്തിയാക്കുന്നു. അതായത് ത്രിബന്ധനത്തിലൂടെയാണ് ഇവിടെ സഹസംയോജക ബന്ധനം നടക്കുന്നത്, നൈട്രജൻ്റെ സഹസംയോജക ബന്ധനം. ഇനി നോക്കിയേ, നൈട്രജൻ തന്മാത്രയിലെ സഹസംയോജക ബന്ധനം അഥവാ ത്രിബന്ധനം പ്രതീകങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? നേരത്തെ തന്നതുപോലെ തന്നെയാണ്. ഇപ്പം നമുക്കിവിടെ ത്രിബന്ധനമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 വരകൾ ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കുന്നു. ഹൈഡ്രജൻ തന്മാത്രയിലെ രാസബന്ധനം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഉപയോഗിച്ച് ചിത്രീകരിക്കുക. അപ്പോൾ ഹൈഡ്രജൻ തന്മാത്രയിലെ രാസബന്ധനം എങ്ങനെയാണ്? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഉപയോഗിച്ച് ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ? അപ്പോൾ ഹൈഡ്രജൻ തന്മാത്രയിലെ രാസബന്ധനം എങ്ങനെയാണ് നടക്കുന്നത്? ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ 1 ജോഡി ഇലക്ട്രോണുകളുടെ പങ്കുവയ്ക്കലിലൂടെ ഏകബന്ധനം ഉണ്ടാവുകയും തൊട്ടടുത്ത ഉത്കൃഷ്ടവാതകമായ ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ ക്രമീകരണം നേടി സ്ഥിരത കൈവരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ്? ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ 1 ജോഡി ഇലക്ട്രോണുകൾ എന്ത് ചെയ്യണം? ഏകബന്ധനത്തിലൂടെ പങ്കുവയ്ക്കുക. അപ്പോൾ അങ്ങനെ ഏകബന്ധനത്തിലൂടെ 1 ജോഡി ഇലക്ട്രോണുകൾ ഉണ്ടാവുകയും അപ്പോൾ ആ 1 ജോഡി ഇലക്ട്രോണുകളെ തൊട്ടടുത്ത ഉത്കൃഷ്ടവാതകമായ നമ്മുടെ നോബൽ ഗ്യാസ് ആയ ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ ക്രമീകരണം നേടി എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൈഡ്രജൻ ആറ്റം സ്ഥിരത കൈവരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ എന്നീ മൂലക തന്മാത്രകളിലെ സഹസംയോജക ബന്ധനം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്താണ്? ചില സംയുക്ത തന്മാത്രകളിലെ രാസബന്ധനമാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് എന്താണ്? മൂലക തന്മാത്രകളിലെ സഹസംയോജക ബന്ധനത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത്
നമ്മുടെ സംയുക്ത തന്മാത്രകളിലെ രാസബന്ധനമാണ് നോക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയിലെ രാസബന്ധനം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ്, അപ്പോൾ ഹൈഡ്രജൻ എത്ര ഇലക്ട്രോണുകളുണ്ട്? 1 ഇലക്ട്രോണുകളെ ഉള്ളൂ. അതുപോലെ ക്ലോറിൻ ആണെങ്കിലോ ക്ലോറിന് 7 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഇലക്ട്രോണുള്ള ഹൈഡ്രജന് എന്ത് ചെയ്യുന്നു? ഹൈഡ്രജന് ഒരു ക്ലോറിന് എത്ര 5 ഇലക്ട്രോണുകളുണ്ടല്ലേ, 7 ഇലക്ട്രോണുകളുണ്ട് ക്ലോറിന്. അപ്പോൾ ഈ ഒരെണ്ണം കൂടെ കിട്ടിയ ക്ലോറിന് എന്താവും? ക്ലോറിന് അഷ്ടകം പൂർത്തിയാവും. മറ്റ് 7 എണ്ണം കൂടി കിട്ടിയാൽ ആർക്കും അഷ്ടകം പൂർത്തിയാവും. അല്ലെങ്കിൽ 2 എണ്ണം കിട്ടിയാൽ മതി നമ്മുടെ ഹൈഡ്രജന്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ആദ്യത്തെ ഷെല്ല് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആവും, പൂർണ്ണമാകും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഇവിടെ ഇതേപോലെ നമ്മൾ ഹൈഡ്രജന് 2 കൊടുത്തു. ഇനി അടുത്ത് എന്താണ്? നമ്മുടെ ക്ലോറിനാണ്. ക്ലോറിന് അപ്പോൾ നമ്മൾ ഇവിടെ 2 കൊടുക്കും, ഇവിടെ 2 കൊടുക്കും, അതുപോലെ ഇവിടെ 2 കൊടുക്കും. അപ്പോൾ എത്രയായി? 6 ആയി. അപ്പോൾ ഇവിടുത്തെ 2 കൂടിയായപ്പോൾ ക്ലോറിനും 8 തികഞ്ഞു, ഹൈഡ്രജന് 2 തികഞ്ഞ് എന്ത് ചെയ്ത്? ഇവിടെ ഇലക്ട്രോൺ വിന്യാസം പൂർണ്ണമായി. ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും ഇടയിൽ 1 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചിരിക്കുന്നതായി മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഹൈഡ്രജനും ക്ലോറിനും ഇടയിൽ 1 ജോഡി ഇലക്ട്രോണുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് കണ്ടല്ലോ, 1 ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവച്ചത്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഹൈഡ്രജൻ ക്ലോറൈഡിലെ എങ്ങനെയുള്ള ബന്ധനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇവിടെ ഏകബന്ധനമല്ലേ? 1 ജോഡിയാണെങ്കിൽ അവിടെ എന്ത് ബന്ധനം? ഏകബന്ധനമാണ് നടക്കുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയിലെ രാസബന്ധനം എന്താണ് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ അവിടെ നടക്കുന്ന രാസബന്ധനം എന്താണ്? ഏകബന്ധനമാണ്. ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയിലെ സഹസംയോജക ബന്ധനം പ്രതീകങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? ഇവിടെ ഏകബന്ധനമല്ലേ? ഏകബന്ധനമാണ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ സൂചിപ്പിക്കാം. അടുത്തത് നമ്മുടെ ചിത്രം 3.10 നൽകിയിരിക്കുന്ന മാതൃകയിൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡിലെ രാസബന്ധനമാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നോക്കിയേ, ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ രാസബന്ധനം ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചിത്രം 3.10 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേ മാതൃകയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഫ്ലൂറൈഡിലെ രാസബന്ധനം ചിത്രീകരിക്കേണ്ടത്. അപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ നമ്മൾ രാസബന്ധനം നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഹൈഡ്രജന് എത്ര ആറ്റങ്ങളുണ്ട്? 1 എണ്ണം ഉള്ളൂ. ഫ്ലൂറിനാണെങ്കിൽ ഫ്ലൂറിന് 9 ആറ്റമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാഹ്യതമ ഷെല്ല് ഫ്ലൂറിന് എത്രയുണ്ട്? 7 ആറ്റങ്ങളുണ്ട്, ഇലക്ട്രോണുകളുണ്ട്. അതുപോലെ ഹൈഡ്രജൻ ആണെങ്കിലോ ഇവിടെ 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജന് 2 എണ്ണം വേണം, ഫ്ലൂറിനാണെങ്കിലോ 1 കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അഷ്ടക വിന്യാസം പൂർത്തിയാക്കാൻ പറ്റും. അപ്പം നമുക്ക് ആ ചിത്രീകരണം എങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്പം നമുക്ക് ഇവിടെ ഫ്ലോറിൻ്റെത് നമ്മളിവിടെ കൊടുത്തു. ഇത് ഹൈഡ്രജൻ, ഇവിടെ നമ്മൾ 2 കൊടുത്തു. അപ്പോൾ ഇനി ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 2 കൊടുത്തു, ഇവിടെയും 2 കൊടുത്തു, നമ്മൾ ഇവിടെയും 2 കൊടുത്തു. അപ്പോൾ ഏകബന്ധനത്തിലൂടെ ഹൈഡ്രജൻ 2 ഇലക്ട്രോണുകൾ നേടി. അതുപോലെ ഈ ഫ്ലോറിൻ എന്ത് ചെയ്തു? അഷ്ടക വിന്യാസം പൂർത്തിയാക്കി. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ഡയഗ്രാം വരയ്ക്കാം. ഇനി നോക്കിയേ, ജലതന്മാത്രയിലെ രാസബന്ധനം ചിത്രീകരിക്കുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ജലതന്മാത്ര, ജലം അപ്പോൾ നമ്മുടെ H2O അതല്ലേ ജലം. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ ഹൈഡ്രജൻ്റെ 1 ആറ്റം ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ ഓക്സിജൻ്റെ 6
ഇലക്ട്രോണുകൾ ഇവിടെയുണ്ട്. ഇതേപോലെ ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ ഇവിടെയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് മൂന്നും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ നമ്മുടെ ഓക്സിജന് 2 ഇലക്ട്രോണുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അഷ്ടക വിന്യാസം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഹൈഡ്രജൻ എത്ര? 2 ഇലക്ട്രോണുകൾ വേണം. ഇവിടെയും ഹൈഡ്രജൻ എത്ര വേണം? 2 ഇലക്ട്രോണുകൾ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ബന്ധനം നോക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ ഹൈഡ്രജന് 2 ഇലക്ട്രോണുകളുണ്ട്. ഇവിടെയും ഹൈഡ്രജൻ 2 ഇലക്ട്രോണുകളുണ്ട്. ഇവിടെ എന്താണ്? ഓക്സിജന് 4 ഇലക്ട്രോണുകൾ. അപ്പോൾ ഓക്സിജന് ഈ 2 ഭാഗത്തുനിന്ന് ഒരേ ജോഡി ഇലക്ട്രോണുകൾ കൂടി കിട്ടുമ്പോൾ എന്താവും? അവിടെ അഷ്ടകം പൂർത്തിയാവും. അപ്പോൾ ഓക്സിജൻ എത്ര കിട്ടും? 8 ഇലക്ട്രോണുകൾ കിട്ടും. 2 ഹൈഡ്രജൻ കൂടി അവിടെ എന്ത് കിട്ടും? 2 ഇലക്ട്രോണുകളെ വെച്ചിട്ട് കിട്ടും. അപ്പോൾ അവിടെ എന്തായി? അവിടുത്തെ ഇലക്ട്രോൺ വിന്യാസം പൂർത്തിയായി. അപ്പോൾ ഇവിടെ എത്ര സഹസംയോജന ബന്ധങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഇവിടെ എത്ര സഹസംയോജക ബന്ധങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പറയാം എങ്ങനെയാണ്. ഇവിടെ 2 സഹസംയോജക ബന്ധങ്ങളില്ലേ? ഇവിടെ നോക്കിയേ, രണ്ട് സഹസംയോജക ബന്ധങ്ങളാണ് നമ്മുടെ ജലതന്മാത്രയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എത്രയാ? 2 ജോഡി ഇലക്ട്രോണുകളിലൂടെ ഇവിടെ ബന്ധനമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ സഹസംയോജക ബന്ധനം വഴിയുണ്ടാകുന്ന സംയുക്തങ്ങളെ സഹസംയോജക സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു. അലോഹമൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായി സഹസംയോജക സംയുക്തമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സഹസംയോജക സംയുക്തങ്ങൾ എന്ന് വിളിക്കാം, അല്ലേ? ഇവിടെ എന്താ പറഞ്ഞത്? അലോഹമൂലകങ്ങൾ തമ്മിൽ സംയോജിച്ചാൽ എന്ത് സംഭവിക്കും? സാധാരണയായി സഹസംയോജക സംയുക്തമാണ് ഉണ്ടാകുന്നത്. ഇനി നോക്കിയേ, സഹസംയോജക സംയുക്തങ്ങളുടെ പൊതു സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സഹസംയോജക സംയുക്തങ്ങൾ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നു. നോട്ട് ദ പോയിന്റ്. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? സഹസംയോജക സംയുക്തങ്ങൾ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നു. ഇവ പൊതുവെ ജലത്തിൽ ലയിക്കുന്നില്ല. അപ്പോൾ എന്താണ്? സഹസംയോജക സംയുക്തങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പൊതുവെ ജലത്തിൽ ലയിക്കുന്നില്ല. സഹസംയോജക സംയുക്തങ്ങൾ ജലത്തിൽ ലയിക്കത്തില്ല. അപ്പോൾ ഇത് ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ കാണപ്പെടുന്നു. പക്ഷേ ഇത് പൊതുവെ എങ്ങനെയാണ്? ജലത്തിൽ ലയിക്കത്തില്ല എന്ന് നമ്മൾ. മണ്ണെണ്ണ, കാർബൺ ടെട്രോക്ലോറൈഡ്, ബെൻസീൻ മുതലായ ഓർഗാനിക് ലായകങ്ങളിൽ ഇവ ലയിക്കാറുണ്ട്. അപ്പോൾ ഇത് ജലത്തിൽ സാധാരണയായി നമ്മുടെ ഈ ഒരു സംയോജക സംയുക്തങ്ങൾ എങ്ങനെയാണ്? അവ ജലത്തിൽ ലയിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതെന്തിലൊക്കെ ലയിക്കുന്നത്? മണ്ണെണ്ണ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ മുതലായ ഓർഗാനിക് ലായകങ്ങളിലാണ് എന്ത് ലയിക്കുന്നത്? നമ്മുടെ സഹസംയോജക സംയുക്തങ്ങൾ ലയിക്കുന്നത്. ഇവയുടെ ഉരുകൽ നിലയും തിളനിലയും പൊതുവെ കുറവാണ്. സംയോജക ബന്ധങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഉരുകൽ നില കുറവാണ്. അതുപോലെ തിളനിലയും എങ്ങനെയാണ്? കുറവാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. സാധാരണയായി ഇവ വൈദ്യുത ചാലകങ്ങളല്ല. അപ്പോൾ ഇത് എന്തല്ല? വൈദ്യുത ചാലകങ്ങളല്ല എന്നാണ് പറയുന്നത്. സഹസംയോജക സംയുക്തങ്ങളും അതുപോലെ ഇതാണ് സഹസംയോജക സംയുക്തങ്ങൾ എന്താണെന്നാണ് പറഞ്ഞത്? സാധാരണയായി വൈദ്യുത ചാലകങ്ങളല്ല എന്നാണ് പറഞ്ഞത്. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റിയെക്കുറിച്ചാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് തന്മാത്രയിൽ പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോണുകളെ 2 ആറ്റങ്ങളും ഒരുപോലെ ആയിരിക്കുമോ ആകർഷിക്കുന്നത്? അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൈഡ്രജൻ ഫ്ലൂറൈഡ് തന്മാത്രയിൽ നമ്മൾ ഇലക്ട്രോണുകൾ പങ്കുവച്ചു. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഏകബന്ധനമാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ 2 ആറ്റങ്ങളും ഒരുപോലെ ആയിരിക്കുമോ ആകർഷിക്കുന്നത്? ആണല്ലോ, അല്ലേ? 2 പേരും ഒരേപോലെ ആയിരിക്കും ആകർഷിക്കുന്നത്. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ ആപേക്ഷിക കഴിവാണ്
ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് ചോദിച്ചാൽ, സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ടാറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ ആപേക്ഷിക കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുന്നതിനായി നിരവധി ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുന്നതിന് എന്ത് ചെയ്തിട്ടുണ്ട്? നിരവധി ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ലിനസ് പോളിംഗ് ആവിഷ്കരിച്ച ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലാണ് കൂടുതലായി ഉപയോഗപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ലിനസ് പോളിംഗ് ആവിഷ്കരിച്ച ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലാണ് കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ലിനസ് പോളിംഗ് ആണ് ആവിഷ്കരിച്ചത്? ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയില് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതാണ് കൂടുതൽ പ്രചാരത്തിൽ ഉള്ളതും. ലിനസ് പോളിംഗ് ആവിഷ്കരിച്ച ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിൽ 0-നും 4-നും ഇടയിലുള്ള വിലകളാണ് മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിക്കായി നൽകിയിട്ടുള്ളത്. അപ്പോൾ മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഓരോ മൂലകങ്ങളുടെയും ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിൽ 0-നും 4-നും ഇടയിലുള്ള വിലകൾ തന്നിട്ടുണ്ട്. അപ്പോൾ 0-നും 4-നും ഇടയിലുള്ള വിലകളാണ് ഇതിൽ കിടക്കുന്നത്. ഇനിയോ, ഈ സ്കെയിലിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം എന്ന് പറയുന്നത് ഫ്ലോറിനാണ്. അപ്പോൾ ഈ ഒരു സ്കെയിലിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകം ഏതാണ്? അതെ, ഫ്ലോറിനാണ് ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയുള്ള മൂലകം. അപ്പോൾ ഇവിടെ പോളിങ്ങിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിൻ്റെ ഒരു ഭാഗമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. നോക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 തുല്യമോ അതിലധികമോ ആണെങ്കിൽ പൊതുവെ അവയ്ക്ക് അയോണിക സ്വഭാവവും 1.7 കുറവാണെങ്കിൽ സഹസംയോജക സ്വഭാവവും ആയിരിക്കും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? 1.7 തുല്യമോ, ഒന്നുകിൽ 1.7 അതല്ലെങ്കിൽ അതിൽ കൂടുതൽ അതിലധികമോ ആണെങ്കിൽ അതിന് പൊതുവെ അയോണിക സ്വഭാവമായിരിക്കും. അപ്പോൾ 1.7 തുല്യമോ അല്ലെങ്കിൽ അതിലധികമോ ഉള്ള സംയുക്തങ്ങൾക്ക് എന്താണ്? അയോണിക സ്വഭാവം കൂടുതലായിരിക്കും. അപ്പോൾ ഇനി അതുപോലെ 1.7 കുറവാണെങ്കിൽ അതിനെങ്ങനെയായിരിക്കും? സഹസംയോജക സ്വഭാവമായിരിക്കും. അത് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 തുല്യമോ അതിലധികമോ ആണെങ്കിൽ അവയ്ക്ക് എന്ത് സ്വഭാവമാണ്? അയോണിക സ്വഭാവമാണ്. അപ്പോൾ 1.7 തുല്യമോ അതിലധികമോ ആണെങ്കിൽ നമുക്ക് പറയാം അത് അയോണിക സ്വഭാവമാണ്. 1.7 കുറവാണെങ്കിൽ അതെന്താണ്? സഹസംയോജക സ്വഭാവം പുലർത്തുന്നവയായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ടേബിൾ ചെയ്യാനുണ്ട്, അത് നോക്കാം. സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്. ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയിലെ വ്യത്യാസവും അതുപോലെ സംയുക്തത്തിൻ്റെ സ്വഭാവവും നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ 2 തന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇനി നമ്മൾ സംയുക്തങ്ങൾ അതുപോലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയിലെ വ്യത്യാസം, സംയുക്തത്തിൻ്റെ സ്വഭാവം എന്നിവ നമ്മൾ നോക്കിയിട്ടാണ് ബാക്കി നമ്മളിവിടെ ഇലക്ട്രോ വിന്യാസത്തിൽ ഇത് ഏത് സംയുക്തമാണെന്ന് കണ്ടെത്തുന്നത്. ഇവയുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയിലെ വ്യത്യാസം എത്രയാണെന്ന് കണ്ടെത്തണം. അതുപോലെ സംയുക്തങ്ങൾ ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് അതിൽ നമ്മൾ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയിലെ വ്യത്യാസം കണ്ടെത്തണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സോഡിയം നോക്കാം. സോഡിയത്തിൽ സോഡിയത്തിൻ്റെത് ഇവിടെ തന്നിട്ടുണ്ട് 0.93 ആണ് സോഡിയത്തിൻ്റെ
എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കാണാനുള്ളത് ആരാണ്? ക്ലോറിനാണ്. ഇവിടെ ക്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 3.16 3.16. ഇതാ ഇവിടെ കിടക്കുന്നു കണ്ടോ, ക്ലോറിൻ 3.16. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം കണ്ടെത്താം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ക്ലോറിനാണ് 3.16 മൈനസ്. അപ്പോൾ നമുക്ക് 3.16 ക്ലോറിനാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. അത് രണ്ടാമത്തത് സോഡിയം. അപ്പോൾ 3.16 മൈനസ് 0.93. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് ആൻസർ കിട്ടും? 2.23 എന്ന് കിട്ടും. ഒന്നുകൂടി ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ 2.23 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എന്താ പറഞ്ഞത്? നമ്മളിവിടെ പഠിച്ചു 1.7 അല്ലെങ്കിൽ അതിലധികമോ ആണെങ്കിൽ അത് ഏത് സ്വഭാവം കാണിക്കും? അയോണിക സ്വഭാവമുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 2.23 ആണ് നമുക്ക് കിട്ടിയത്. 2.23 ആണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഇത് ഏത് സ്വഭാവമാണ്? അയോണിക സ്വഭാവം പുലർത്തുന്നതാണ്. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ഏതാണ്? ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ്. അപ്പോൾ ക്ലോറിൻ്റെ നമുക്കറിയാം 3.16 ആണ്. ഹൈഡ്രജൻ്റെ കൂടി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്ന് കണ്ടുപിടിക്കാം. ഹൈഡ്രജൻ്റെ 2.20 ആണ്. 2.20 ആണ് ഹൈഡ്രജൻ്റേത്. ക്ലോറിൻ്റേത് എത്ര തന്നെയാണ്? 3.16 തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം 6ൽ നിന്ന് 0 പോയാൽ നമുക്ക് എത്ര കിട്ടണം? നമുക്ക് അതൊന്ന് ചെയ്തു പോകാം. അപ്പോൾ നോക്കിയേ, ഇത് രണ്ടും കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര ആൻസർ കിട്ടും? 3.16 മൈനസ് 2.20. അപ്പം നമുക്ക് 6, 11 നിന്ന് 2 പോയാൽ നമുക്ക് 9. അപ്പോൾ ഇവിടെ 0.96 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1.7 കുറവാണ്. അപ്പോൾ ഇവിടെ എന്ത് ബന്ധനമാണ്? ഇപ്പോൾ ഇവിടുത്തെ ബന്ധം എന്ന് പറയുന്നത് സഹസംയോജക ബന്ധമാണ്. ഇനി നമുക്ക് അടുത്ത 1-2 കൂടി നോക്കാം. അടുത്തത് സോഡിയം ഓക്സൈഡ് ആണ്. സോഡിയത്തിൻ്റെ നമുക്കറിയാം എത്രയാണ് സോഡിയത്തിൻ്റെത്. ഇവിടെ തന്നിട്ടുണ്ട് 0.93 അല്ലേ? ഇതാണ് സോഡിയത്തിൻ്റെത് 0.93 ആണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ആരുടെയും ആണ് ഓക്സിജൻ്റെതും കൂടി നോക്കിയിട്ട് വരാം. ഓക്സിജൻ്റെത് ഒന്ന് നോക്കാം. നോക്കിയേ, ഓക്സിജൻ എത്രയാണ്? 3.44 ആണല്ലേ ഓക്സിജൻ്റെ ഇതാ കിടക്കുന്നു. 3.44 ആണ്. അപ്പോൾ 3.44 നിന്ന് നമുക്ക് എത്ര കുറയ്ക്കണം? നമ്മുടെ സോഡിയത്തിൻ്റെ ആ ഒരു ഇലക്ട്രോണിലെ നെഗറ്റിവിറ്റി വ്യത്യാസം കുറയ്ക്കണം. അപ്പോൾ 0 നമ്മൾ എത്രയാണ് നമ്മൾ കണ്ടത്? സോഡിയത്തിന് 0.93 ആണ്. അപ്പോൾ ഇവിടെ എത്ര നമുക്ക് കിട്ടും? ഇവിടെ നമ്മൾ 3.44 നമ്മുടെ പിന്നെ ഓക്സിജൻ്റെത് എത്രയാണ്? 3.44. സോഡിയത്തിൻ്റെത് 0.93. ഇത് രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇപ്പോൾ നമുക്ക് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ 2.51 എന്ന് കിട്ടും. അപ്പോൾ 2.51 ആവുമ്പം ഇവിടെ എന്ത് ബന്ധമാണ്? നമുക്ക് പറയാം ഇവിടെ അയോണിക ബന്ധമാണ് ഉള്ളത്. അയോണികമാണ് ഉള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇനി ഓരോന്നും എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഇനി വിവിധ സംയുക്തങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. അവയിലെ രാസബന്ധനങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നുവെന്ന് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ ഉപയോഗിച്ച് വിശദീകരിക്കുക. അടുത്ത നമ്മൾ പറയുന്നത് പോളാർ സ്വഭാവമാണ്. പോളാർ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ദ്വയ അറ്റോമിക മൂലക തന്മാത്രകളിലെ 2 ആറ്റങ്ങൾക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി തുല്യമായതിനാൽ
പങ്കുവയ്ക്കപ്പെടുന്ന ഇലക്ട്രോൺ ജോഡിയെ അവ തുല്യമായി ആകർഷിക്കുന്നു. അപ്പോൾ എന്താണ്, നമുക്കറിയാം ദ്വയാറ്റോമിക മൂലതന്മാത്രകളിലെ രണ്ട് ആറ്റങ്ങൾക്കും രണ്ടും ഒരേപോലെയാണ് അല്ലേ, ആറ്റങ്ങൾക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെ പങ്കുവയ്ക്കപ്പെടുന്ന ഇലക്ട്രോൺ ജോഡിയെ എന്ത് ചെയ്യുന്നു, അവ തുല്യമായി ആകർഷിക്കുന്നു. ഉദാഹരണം ഇപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ H2, അതുപോലെ N2, O2 എന്നിവ ഈ ഒരു ദ്വയാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമാണ്. എന്നാൽ സംയുക്ത തന്മാത്രകളിൽ ഇങ്ങനെയല്ല. സംയുക്ത തന്മാത്ര വരുമ്പോൾ എന്താണ്, ഇങ്ങനെയല്ല. ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്ര പരിഗണിച്ച്, അപ്പോൾ നമ്മളിപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്ര പരിഗണിക്കുകയാണെങ്കിൽ അവിടെ ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി മൂല്യം എത്രയാണ്? നമ്മൾ പഠിച്ചു അല്ലേ, ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി മൂല്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കിയിട്ട് വരാം. ഹൈഡ്രജൻ്റെത് എത്രയാ? ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 2.20 എന്നതാണ് ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി മൂല്യം. 2.20. അപ്പോൾ ഇതാണ് ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇനി ക്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി മൂല്യം എത്രയാണ്? ക്ലോറിൻ്റെത് 3.16 ആണ് ക്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി മൂല്യം. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ ഏത് മൂലക ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ് കൂടുതൽ ആകർഷിക്കാൻ സാധ്യത? അപ്പോൾ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ ഏത് മൂലക ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ് കൂടുതൽ ആകർഷിക്കാൻ സാധ്യതയുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ആറ്റം പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ എന്ത് ചെയ്യും, കൂടുതൽ ആകർഷിക്കും. അപ്പോൾ ഏതിനാണോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ, ആ ആറ്റത്തെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ആകർഷിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ആറ്റം എന്ത് ചെയ്യുന്നു, പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോ നെഗറ്റീവ് ജോഡിയെ എന്ത് ചെയ്യുന്നു, കൂടുതൽ ആകർഷിക്കും. ഇതിൻ്റെ ഫലമായി ക്ലോറിന് ഭാഗിക നെഗറ്റീവ് ചാർജും അല്ലെങ്കിൽ ഡെൽറ്റ നെഗറ്റീവ് ചാർജും, ഇതാണ് ഡെൽറ്റ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജന് ഭാഗിക പോസിറ്റീവ് ചാർജും അല്ലെങ്കിൽ ഡെൽറ്റ പോസിറ്റീവ് ചാർജും കൈവരുന്നു. ഇതിനേതാ ഇവിടെ താഴെ തന്നിരിക്കുന്ന രീതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് പറയാം, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ആറ്റം പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ കൂടുതൽ ആകർഷിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ക്ലോറിന് ഭാഗികമായി നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഡെൽറ്റ നെഗറ്റീവും ഹൈഡ്രജന് ഭാഗികമായിട്ട് പോസിറ്റീവ് ചാർജ് അഥവാ ഡെൽറ്റ പോസിറ്റീവും കൈവരുന്നു. ഇതിനെയാണ് നമ്മൾ താഴെ തന്നിരിക്കുന്ന ആ രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ഹൈഡ്രജൻ ക്ലോറൈഡ് അതിൽ HCl, ഇവിടെ ക്ലോറിൻ എന്തുണ്ട്, ക്ലോറിന് നമ്മുടെ ഡെൽറ്റ മൈനസ് ഉണ്ട്, നമ്മുടെ ഇതിന് ഡെൽറ്റ പോസിറ്റീവുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നോക്കിയേ, പോളാർ സ്വഭാവവും തന്മാത്രകളുടെ ജാമിതീയ ആകൃതി എന്ന് പറഞ്ഞൊരു ബോക്സിൽ തന്നിട്ടുണ്ട്. സഹസംയോജക സംയുക്തങ്ങളുടെ പോളാർ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ തന്മാത്രകളുടെ ജാമിതീയ ആകൃതിയും ഒരു ഘടകമാണ്.